ഒരു സമയത്ത് ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നിങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം, ശ്രീനിവാസനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ മിനിഞ്ഞാന്ന് സംസാരിച്ചിരുന്നു, അതിനിടയ്ക്ക് പുള്ളി നിന്ന് വീണു. എന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചെറിയ സർജറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇരുന്ന് തുടങ്ങി, വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പം എപ്പോഴും പോകുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെപ്പോഴും വന്ന് പുള്ളീനെ ചാർജ് ചെയ്യും. കാര്യം 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ വളരെ ബുദ്ധിയും ബ്രെയിനും ചിന്തകളൊക്കെ വളരെ ഷാർപ്പാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അത് നോക്കിയിട്ട് കാര്യമില്ല, നമുക്കിനി തിരിച്ചു വരാം. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സന്ദേശം വളരെ വീണ്ടും ഇതിൽ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അത് ഓക്കെ. അദ്ദേഹത്തിന് വാക്കുകൾ മുഴുമിപ്പിക്കാനാകുന്നില്ല. അദ്ദേഹത്തിന് ഒരിക്കലും വാക്കുകൾ മുഴുമിപ്പിക്കാനാകില്ല. കരഞ്ഞുകൊണ്ടാണ് സത്യൻ അന്തിക്കാട് ക്യാമറകളുടെ മുന്നിൽ നിന്ന് മടങ്ങുന്നത്. ഇനി ശ്രീനിയുടെ അവസാനത്തെ യാത്രയിലായിരിക്കും സത്യൻ അന്തിക്കാടും മോഹൻലാലും മറ്റെല്ലാ വലിയ കലാകാരന്മാരും കലാപ്രതിഭകളും ശ്രീനിവാസൻ അവസാനത്തെ യാത്രയയപ്പ് നൽകുക. സഹിൻ ആന്റണി ആശുപത്രിയുടെ മുന്നിൽ നിന്ന് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സഹിൻ, ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പൊതുദർശനം എറണാകുളം ടൗൺ ഹാളിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണല്ലോ നേരത്തെ രഞ്ജി പണിക്കർ പറഞ്ഞത്. ഈ മൃതദേഹം എപ്പോഴായിരിക്കും ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക സഹിൻ? അല്പനേരത്തിനുള്ളിൽ തന്നെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കാഷ്വാലിറ്റിയുടെ ഭാഗത്താണ്. കാഷ്വാലിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര നടപടികൾക്കും പൊതുദർശനത്തിനുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരികയും ഈ ഭാഗം കൊണ്ട് പൊതുദർശനം ചെറുതായി ആളുകളെയൊക്കെ കാണിക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന പോലെ ഈ അമ്മച്ചിമാരൊക്കെ ശ്രീനിവാസനെ കാണാൻ വേണ്ടി കാത്തിരിക്കുക സാറേ. നമുക്കൊരു നോക്ക് കാണാൻ വേണ്ടി, ഞങ്ങളുടെ നാട്ടിലുള്ളൊരു കലാകാരനല്ലേ, നമുക്കൊരു നോക്ക് കാണാൻ വേണ്ടിയാണ്. ഇതിലെ കൊണ്ടുവരുമോ സാറേ? ഈ വഴി തന്നെയാണ് ഇവരെല്ലാവരും ഇതുപോലെ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നുള്ളത് അവസാനമായി കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ പിൻഭാഗത്താണ് നിൽക്കുന്നത്. മുൻഭാഗത്ത് നിരവധി ആളുകൾ മറ്റൊരു ഭാഗത്തുമുണ്ട്. ഇവിടെ നിന്നും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് കണ്ടനാട് വീട്ടിലേക്കായിരിക്കും. അവിടെ നിന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിക്കും. ടൗൺ ഹാളിലാണ് പൊതുദർശനം നടക്കുന്നത്.